ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് എല്ലാം വ്യത്യസ്തമാണ്. ഡയബറ്റിക് പ്ലേറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. ഡിറ്റോക്സ് ടോണിക് റെഡി ആയി കഴിഞ്ഞു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹാർവസ്റ്റ് കാറ്ററിങ്ങും മീഡിയ വില്ലേജ് ടിവിയും ചേർന്നൊരുക്കുന്ന ഡയറ്റ് പ്ലേറ്റിലേക്ക് നിങ്ങളെ വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഡയറ്റ് പ്ലേറ്റിൽ നമ്മൾ ചെയ്യുന്നത് കുക്കമ്പർ കൂളർ എന്ന് പറയുന്ന ഒരു ജ്യൂസാണ്. ശരിക്കും ഇത് സമ്മർ കാലത്തും വിൻ്റർ കാലത്തും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസാണ്. കുക്കമ്പറിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കമ്പർ നമുക്ക് ധാരാളം കഴിക്കാം. വളരെ കലോറി കുറഞ്ഞ ഒരു വെജിറ്റബിളാണ്. അപ്പം നമ്മൾ 100 ഗ്രാം മറ്റ് പച്ചക്കറി കഴിക്കുന്നിടത്ത് ഇത് 300 ഗ്രാം കഴിച്ചാലും 400 ഗ്രാം കഴിച്ചാലും ഏകദേശം അതിൻ്റെ കലോറി തുല്യമാണ്. കുക്കമ്പർ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ്. സലാഡായിട്ടും അതുപോലെ നമ്മൾ ജ്യൂസായിട്ട് പൊതുവെ അങ്ങനെ വളരെ കുറച്ച് മാത്രമാണ് കണ്ടിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ തയ്യാറാക്കുന്നത് കുക്കമ്പർ കൂളറാണ്. അതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് ആ കുക്കമ്പർ കൂളിനകത്ത് നമുക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുക്കമ്പർ എടുത്തിട്ടുണ്ട്, നാരങ്ങയുണ്ട്, പച്ചമുളകുണ്ട്. പച്ചമുളകൊക്കെ ഓപ്ഷനിലാണ്. ഇഞ്ചി, മല്ലിയിലയുടെ ഔഷധ ഗുണം അറിയാമല്ലോ. ഏറ്റവും കൂടുതൽ തണുപ്പ് നമുക്ക് തരുന്ന ഇലക്കറികളിൽപ്പെട്ടതാണ്. വളരെയധികം ഔഷധ ഗുണമുള്ള മല്ലിയിലയാണ്. പിന്നെ സോൾട്ട്, ഐസ്, ഇത്രയും സാധനം എടുത്തിരിക്കുന്നത്. ഐസ് ഓപ്ഷനിലാണ്. നമുക്ക് ആവശ്യമുള്ള വെള്ളവും എടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കമ്പർ കൂള് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുക്കമ്പർ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുക. മിക്സിയിൽ നമുക്ക് അരിഞ്ഞ് കിട്ടാനായിട്ട് എളുപ്പത്തിന് ചെറിയ രീതിയിൽ സ്ലൈസ് ചെയ്യാം. കഷ്ണങ്ങളാക്കിയാലും കുഴപ്പമില്ല. വലിയ കട്ടിയുള്ള വെജിറ്റബിൾ അല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കിട്ടും. കുക്കമ്പർ ആവശ്യത്തിന് നമുക്കൊരു ഹൈബ്രിഡ് ആണെങ്കിൽ നമ്മൾക്കൊരു 2 കുക്കമ്പർ ചേർക്കാം. അതല്ല നമ്മൾ നോർമൽ കിട്ടുന്ന ഒരു വെള്ളരിക്കയാണ് വലിപ്പമുള്ളതാണെങ്കിൽ ഒരെണ്ണം നമ്മുടെ ആവശ്യത്തിന് ചേർത്താൽ മതി. ഇത് എത്ര ചേർത്താലും നല്ലതാണ്. പക്ഷെ നമ്മുടെ ആവശ്യത്തിന് ഒരുപാട് നമുക്ക് ജ്യൂസ് കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള ഒരു ക്വാണ്ടിറ്റി എടുത്ത് നമ്മൾ ഒരു മിക്സിയിലേക്ക് അരിഞ്ഞിടുന്നു. കുക്കമ്പർ പ്ലേസ് ചെയ്തു. പിന്നെ നമുക്കൊരു, ഞാൻ പറഞ്ഞു ഗ്രീൻ ചില്ലി ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രീൻ ചില്ലി ചേർക്കുന്നുണ്ട്. ഗ്രീൻ ചില്ലി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടു. 1-2 ചേർക്കാം. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിരിക്കും. നല്ല എരിവുള്ള മുളകാണെങ്കിൽ 2 ചേർത്ത് നമുക്ക് കുടിക്കാൻ പാടായിരിക്കും. പിന്നെ നമ്മളതിലേക്ക് ചേർക്കുന്നത് നാരങ്ങയാണ്. നാരങ്ങ സ്കിന്നും കുരുവൊക്കെ ചേർത്ത് നമ്മൾ സ്ലൈസ് ചെയ്ത് അങ്ങ് എടുത്ത് ഒരു നാരങ്ങയായിരുന്നു. നാരങ്ങയ്ക്ക് ജ്യൂസ് ഒരുപാടുള്ളതാണെങ്കിൽ നമുക്കൊരു പീസ് മതിയാവും, അല്ലെങ്കിൽ നമുക്ക് കൂടുപോവും. പിന്നെ ഇതിലോട്ട് നമ്മൾ ഇടുന്നത് കുറച്ച് മല്ലിയിലയാണ്. മല്ലിയില അല്പം കൂടിയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഔഷധ ഗുണം കൂടുതലുള്ളതായതുകൊണ്ട് നമുക്ക് കഴിക്കാം. മല്ലിയില നല്ല രീതിയിൽ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ കുറച്ച് ഇഞ്ചി, സർവ്വൌഷധിയായിട്ടുള്ളൊരു ഇഞ്ചി ഇട്ടു. ഇന്ന് നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ്. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർത്താൽ മതി. ഞാനിപ്പം എൻ്റെ ഒരു അളവിനാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന കുറച്ച് ഐസ് ക്യൂബ്സ് ആണ്. ഐസ് ക്യൂബ്സ് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് തണുപ്പ് കുടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർക്കേണ്ട. ഐസ് ക്യൂബ്സ് ചേർത്തു. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ളത് ചേർത്തു. സാധാരണഗതിക്ക് ഐഡിയലായിട്ടൊരു പ്രമേയ രോഗിക്കോ അല്ലെങ്കിൽ ഒരാൾക്ക് രാവിലെ നമുക്കൊരു വെറും വയറ്റിലൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരു 200 മില്ലി വരുന്ന ഒരു ഗ്ലാസ്സിലൊരു ജ്യൂസാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇത്ര സാധനം നമ്മളിട്ടു. ഇത് നമ്മൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നമ്മുടെ ജ്യൂസ് മിക്സിയിൽ ഗ്രൈൻഡിങ് പ്രോസസ്സ് പ്രോപ്പറായി. ഇനി നമുക്ക് അരിച്ചെടുക്കണം. ഇനി നന്നായിട്ട് അരച്ച് കിട്ടുകയാണെന്ന് മിക്സിയിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടുമ്പോൾ ഇതിൻ്റെ പൾപ്പോട് കൂടി കഴിച്ചാലും ഒരു കുഴപ്പമില്ല. പൾപ്പോട് കൂടി കഴിക്കാവുന്നതാണ്. അങ്ങനെ എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ അരിച്ചെടുത്തിരിക്കുന്നത് എനിക്ക് പൂർണ്ണമായിട്ട് അരഞ്ഞ് കിട്ടിയോ എന്നൊരു സംശയമുള്ളത് കൊണ്ട് മാത്രം എടുത്തിരിക്കുന്നതാണ്. ഒന്ന് അരിച്ചെടുക്കുക. നല്ല മിക്സിയൊക്കെ ആണെങ്കിൽ പൂർണ്ണമായിട്ടങ്ങ് കുറച്ചുകൂടി ടൈം എടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അരിച്ച് കിട്ടും. അതിനകത്ത് ചണ്ടി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനൊന്ന് അരിച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കുക്കമ്പർ കൂള് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് വളരെയധികം തണുപ്പ് കിട്ടുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ സമ്മറും വിൻ്ററും എല്ലാം ഒരുപോലെയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഡയറ്റ് പ്ലേറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുക്കമ്പർ കൂള്.
വളരെയധികം പേര് പോലെ തന്നെ കൂളായിട്ടുള്ളൊരു ജ്യൂസാണ്. അതിനകത്ത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഔഷധ ഗുണമുള്ള സാധനമാണ്. ഒരുപാട് ആൻറ്റി പ്രോപ്പർട്ടീസ് ഉള്ള പ്രമേഹ രോഗികൾക്ക് ഗുണം ചെയ്യുന്ന നല്ലൊരു ജ്യൂസ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീണ്ടും നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ തന്നെ എനർജറ്റിക് ആയിട്ടുള്ള നല്ല ഡ്രിങ്കുകളായിട്ട്, അതായത് പ്രമേഹ രോഗികൾക്ക് ചേർന്ന എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല ജ്യൂസായിട്ട്, നമ്മൾ ഫ്രൂട്ട് ജ്യൂസായിട്ട് വരികയല്ല, ഇത് ശരിക്കും ഫ്രൂട്ട് ജ്യൂസിനെ കഴിഞ്ഞ് നമുക്ക് വെളുപ്പിനെയല്ല നമുക്ക് ഏറ്റവും നല്ലത് ഹെൽപ്പ് ചെയ്യുന്നത് വെജിറ്റബിൾ ജ്യൂസാണ്. ഫ്രൂട്ട് ജ്യൂസ് കൂടുതൽ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ മധുരം പറ്റാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ വെജിറ്റബിൾ ജ്യൂസ് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ബ്ലഡ് ഷുഗർ അധികമായിട്ടുള്ള ഓരോരുത്തരുടെയും കുറച്ച് തരും എന്നുള്ള കാര്യം ഗ്യാരണ്ടിയാണ്. അപ്പോൾ ട്രൈ ഇറ്റ്. നെക്സ്റ്റ് എപ്പിസോഡിൽ ഇതുപോലെ വീണ്ടും ഒരു ടോണിക് ഡ്രിങ്കുമായിട്ട് നമ്മൾ കണ്ടുമുട്ടും. You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.